വണക്കം. എല്ലാവരും ഉണ്ടല്ലോ. മന്മഥൻ, നമസ്കാരം. ഇതാരാ? പുതിയ പാർട്ണറാ? അല്ലെങ്കിൽ അവര് വന്ന് ക്രൈം ബ്രാഞ്ച് ഓഫീസർ. ക്രൈം ബ്രാഞ്ച് ഓഫീസർ. നമസ്കാരമുണ്ട് സാർ. ഇരിക്കണം, ഉക്കാരെ. വളരെ സന്തോഷം. അപ്പോ എത്ര വേണം? ഞാൻ പലിശക്ക് എടുക്കാൻ വന്നല്ല. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതാ? ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ഇൻവെസ്റ്റിഗേഷന് വന്നാണ്. നിങ്ങളുടെ ഈ പലിശ കമ്പനിയിൽ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടൊക്കെയാണ് പ്രവർത്തിക്കണമെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ അന്വേഷണത്തിന് വന്നതാണ് സാറ്. എന്റെ പൊന്ന് സാറേ, ഞാനിവിടെ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്റെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പോ ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. സഹായിക്കുന്ന ഒരു തെറ്റാണോ? ഒരിക്കലല്ല. വർഷപ്പലിശ, മാസപ്പലിശ, ആഴ്ചപ്പലിശ, മണിക്കൂർ പലിശ, മിനിറ്റ് പലിശ, ഇനി സെക്കൻഡ് പലിശയും കൂടി ഉണ്ടോ കടയില്? എന്റെ സാറേ, രാവിലെ വന്ന് ഗതി കെട്ട് തലയും ചൊറിഞ്ഞ് 10,000-15,000 വാങ്ങിച്ചുകൊണ്ട് പോയി മത്തിക്കച്ചവടം നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ മണിക്കൂറിന് പൈസ വാങ്ങിക്കും. അതിലെന്താ തെറ്റ്? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെന്താ അവർക്ക് കാശ് കൊടുക്കാത്തത്? ഞങ്ങളുടെ ജോലി ആയല്ല. ജോലി എന്റെ സാറേ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത്. പല ഡിപ്പാർട്ട്മെന്റിലെയും പല ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എന്റെ കയ്യിൽ നേരിട്ടും അല്ലാതെയും പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് മാസാമാസം അതിന്റെ പലിശ വാങ്ങിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താ ഇതൊന്നും പോയി അന്വേഷിക്കാത്തത്? നിങ്ങൾ ഈ പലിശക്കാർ കാരണം എത്ര ആളുകൾ ആത്മഹത്യ ഉണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാർ സ്വന്തം നാട് വിട്ടുപോകുണ്ടെന്ന് അറിയോ? പെണ്ണിനെ കെട്ടിക്കാൻ കാശില്ലാതെയും ഗൾഫിലേക്ക് പോകാൻ വിസയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെയും ആളുകൾ കരഞ്ഞ് പറഞ്ഞ് കാല് പിടിക്കുമ്പോൾ ഞാൻ അവർക്ക് പൈസ എടുത്ത് കൊടുക്കും. മറ്റുള്ളവരുടെ വേദന കണ്ട അലിയുന്ന മനസ്സാണ് എന്റേത്. അവരെ സഹായിക്കുന്നതാണോ കുറ്റം? അത് അന്വേഷിക്കാനാണ് നിങ്ങൾ വന്നത്? അലിയുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾ കൊടുത്തതിന്റെ അപ്പുറത്തേക്ക് തിരിച്ചു കിട്ടുമ്പോഴും പിന്നെ ഒന്ന് ബാക്കി വേണ്ടാന്ന് പറയാനുള്ള മനസ്സില്ലാത്തത്. ഇതാണോ നിങ്ങളുടെ മഹാമനസ്കത? ഇതിന് മഹാമനസ്കത എന്നല്ല പറയാ, സഹായം എന്നല്ല പറയാ. അതിനെന്താ പറയാന്നറിയോ? കഴുത്തറുപ്പ്, കഴുത്തറുപ്പ്. അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ നാട്ടുകാർ ബ്ലേഡ് എന്നുള്ളൊരു ചെല്ലപ്പേരും കൂടി കൂട്ടി വിളിക്കണത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ പലിശ വ്യാപാരത്തിലെ പങ്കാളികൾ? ആരൊക്കെയാണ് നിങ്ങൾക്ക് കാശെത്തിക്കണത്? റോഡരികിൽ പുലിക്കച്ചവടം നടത്തിയിരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ബംഗ്ലാവും ഇത്രയും വലിയ കാറും പണവും പ്രതാപവും ഒക്കെ ഉണ്ടായത്? ഇത് എന്തൊരു കഷ്ടമാണ് നോക്ക്. എന്റെ സാറേ, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവാക്കി വലിയ വീടുകൾ പണിയുന്നുണ്ടല്ലോ ആളുകൾ. നീളത്തിലുള്ള വലിയ കാറുകൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ഇതൊക്കെ പണിയാനും കാറിൽ കാറ് വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്നാണ്? അതെന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്? വേണ്ട സാറേ, സാർ അതിന് ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ല. എന്തിന്? പ്രൈവറ്റ് ബാങ്കുകാർ പലിശ വാങ്ങിക്കുന്നില്ലേ? അതിനവർക്ക് സ്വർണമോ പ്രമാണമോ കൊടുക്കണ്ടേ? ചെന്നാൽ ഉടനെ കിട്ടുമോ? ഇനി പൈസ അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് ബാങ്കുകാരെ ചീത്ത പറയുമോ? ഇതിനൊന്നും ഉത്തരം പറയേണ്ട എന്റെ ഡ്യൂട്ടി അല്ല. എനിക്ക് തെളിവ് മാത്രം ഹാജരാക്കിയാൽ മതി. സാറേ, ഞങ്ങളെ പോലുള്ളവരെ ശിക്ഷിക്കണമെന്നും പിടിച്ച് ജയിലിലിടണമെന്നും ഓർഡർ കൊടുക്കുന്നവരും മുറവിളി കൂട്ടുന്നവരും എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെഴുതി തന്ന ചെക്കിന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ സാറിന് കാണിച്ചു തരാം. ചെക്കിലെ ഒപ്പ് കണ്ടാൽ സാറിന് പല ആളുകളെ മനസ്സിലാവും. കാണിച്ചു തരണോ? ഞാൻ അതൊക്കെ നിങ്ങൾ കോടതിയിൽ കാണിച്ചാൽ മതി. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അയ്യോ സാർ, അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് ഞങ്ങൾ ഒരു നിമിഷം മറന്നുപോയി. എന്തായാലും അറസ്റ്റ് ചെയ്യാൻ വന്നതാണല്ലോ, അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കോൾ ചെയ്യാനൊന്ന് അനുവദിക്കണം. ഹലോ, നമസ്കാരം സാർ. സത്യശീലനാണ്. ക്രൈം ബ്രാഞ്ചിൽ നിന്നേ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കൊടുക്കാം. ഹലോ സാർ, ഞാൻ കോയാണ് സാർ. ഓക്കെ സാർ. ഇല്ല ഞാൻ ഇറങ്ങാൻ സാർ. ആയിക്കോട്ടെ. ഇല്ല സാർ.